അവിടെ നിന്നാണോ ഇവിടെ നിന്നാണെന്ന് അറിയാൻ പോയല്ലേ. പക്ഷെ ഇവിടെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കൃഷ്ണൻ്റെ വീട് ഹലോ ഏട്ടത് എവിടെയാണ്? ഞാൻ ആ പറഞ്ഞ സ്ഥലത്തേക്കാണ്. മറ്റേ ഒരു പൊളിഞ്ഞ കയറ്റൊക്കെ ഇല്ലേ അതിന്റെ ഫ്രണ്ടിൽ ഒരു മുടുക്ക് പോലെ. ആ എവിടെന്നാ വരുന്നത് നിങ്ങള്? ഇപ്പൊ എത്തുമോ അതോ ഞാൻ അങ്ങ് പോട്ടോ? വേറെ ആരെങ്കിലും ചോദിച്ചിട്ട്? ആ എത്രയോ? ആ ശരി ശരി ശരി. ആ അല്ലല്ല ഈ ഓണായിട്ടൊന്ന് അടിച്ച് വിളിക്കാനുള്ളതാണേ. ആ ശരി പൊന്നേട്ടത് വേഗം വരണേ. ആ ഞാൻ വഴി നിൽക്കാം. ആ ഓണം ഓട്ടോ പിടിച്ചു വരുന്നാടേ ഓരോരുത്തരത്തിൽ. താമസിച്ചു ഇല്ല. അങ്ങക്ക് എല്ലായിടത്തും ഓടി നടക്കാമല്ലോ, ഓണക്കാലമല്ലേ. അല്ല ഓണമായിട്ടെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. തിരക്കാവുമല്ലോ, മാവേലി തമ്പുരാൻ ഓണക്കാലത്ത് തിരക്കാണല്ലോ. പിന്നെ ഞാൻ മാവേലിയൊന്നും അല്ലേ കേട്ടോ. ഞാനേ കൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലേ അവിടുത്തെ കാര്യസ്ഥന. ആര്? ഞാനേ എന്നെ ഫോൺ ചെയ്തിരുന്ന ആളാ? നല്ല ആള്. ഞാൻ എത്ര നേരം നിൽക്കുന്ന അറിയാമോ? എന്താ പറ്റിയെന്നറിയാമോ? ഒരു മാവേലി വേണമെന്ന് കൃഷ്ണമാവ് പറഞ്ഞു. അന്ന കഥ മാവേലിയോ പിന്നെ വീരപ്പൻ പോലും തോറ്റു പോകും. പപ്പട മീശയും പിന്നെ അങ്ങനെ ചില്ലറ ഇത് കൊടുത്തു വിട്ടിട്ട് ആ സാധനമൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് എടുത്ത് നോക്കാം. കുഴപ്പമില്ല, പോകുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. നന്നായിരിക്കും അല്ലേ? ഇനിയിപ്പോ നേരെ നമ്മളെ വീട്ടിലോട്ടല്ലേ പോകുന്നത്? വീട്ടിലോട്ട് വെളിയിറങ്ങി നടക്കണ്ട. അല്ല അവിടെ മതി. അല്ല എന്റെ ഗിഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? ഗിഫ്റ്റൊക്കെ അവിടെ വഴിക്ക് വെച്ച് നമ്മൾ ആളൊന്നും എടുത്തോളും. ആണോ? വേറെ വണ്ടി വന്നോളും. ശരി ശരി. അപ്പൊ ഞാൻ എങ്ങനെ? അപ്പൊ നമുക്കിതിപ്പോ ഇതില്ല ഓണായിട്ടെ ഒരു മേളമൊക്കെ ആയിക്കോട്ടെ. ഓണമേളയിലേക്ക് തുടങ്ങാം. ശരി ശരി. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണടാ. അണ്ണ വിജയണ്ണ സൂപ്പർ പൊളി ഹെവി മാവേലി. അകത്തന്നെ ഇരിക്കണം, വെളിയിലിറങ്ങി പിള്ളേർ സെൽഫി എടുക്കും. ചേട്ടാ ഒന്നും ഒരു കാര്യം പറയാനുണ്ട്. അല്ല നമുക്ക് വെളിയിൽ നിന്ന് സംസാരിക്കാം. വരുന്നുണ്ട്. റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവം എന്താണെന്നറിയോ, നമ്മളിപ്പം കൃഷ്ണനളിന്റെ വീട്ടിലേക്കാണല്ലോ ഓണാഘോഷത്തിന് പോകുന്നത്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്ന്, ജീവിത പ്രശ്നമാണ്. അല്ല, ഒരു വൻ രഹസ്യമുണ്ട്. അത് ആർക്കും അറിയില്ല. ഞാനിപ്പോൾ അത് ചേട്ടൻ്റെ അടുത്ത് പറയും. ചേട്ടൻ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷപ്പെടും. ഞാൻ നന്നായി കാണണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല? നല്ല ആഗ്രഹമുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ട് തോന്നുന്നില്ലേ? പിന്നെ നല്ല പയ്യനല്ലേ. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അല്ല എനിക്ക് 2 ഭാര്യമാരുണ്ട്. സാഹചര്യം കാരണം സംഭവിച്ചു പോയതാണ്. അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം. അവര് 2 പേരും ഇവിടെ ഈ കൃഷ്ണനാളിന്റെ വീട്ടിലേക്ക് ഓണാഘോഷത്തിന് വരുന്നുണ്ട്. അപ്പൊ അവര് 2 പേരും വരുന്നുണ്ടെങ്കിൽ ചേട്ടൻ, എനിക്കറിയാം ചേട്ടൻ ഒരു അടിപൊളി ആങ്കറാണ്, ഉഗ്രൻ ആങ്കറാണ്. അപ്പൊ ഒരുപാട് സംഭവങ്ങളും ഗെയിംസും ഒക്കെ ഉണ്ടായിരിക്കും ചേട്ടൻ വരുന്നത്. ഉണ്ട്. പാട്ട്, ഡാൻസ്, സദ്യ, പിന്നെ ഈ പറഞ്ഞ പെയർ ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. ഈശ്വര, അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ഈ പെയർ ഡാൻസ്, പെയർ ഗെയിംസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ആരുടെ കൂടെ നിൽക്കും? നീന്റെ ഭാര്യയോട് നിൽക്കുന്നു. 2 ഭാര്യമാരില്ലേ? ഒരു ഭാര്യയുടെ മറ്റൊരു ഭാര്യയ്ക്ക് വിഷമം വരില്ല. ഇപ്പൊ എന്താ വേണ്ടേ? അപ്പൊ ഇപ്പം വേണ്ടത് ചേട്ടൻ എന്നെ ആങ്കർ ആക്കണം. ഓണമായിട്ട് നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടല്ലേ? അല്ല അത് പള്ളി പറഞ്ഞ അല്ല, അങ്ങനെ പോലെ എന്നെ ആങ്കർ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ചേട്ടന്റെ കൂടെ ഒരു ഈ മേഴ്സറിക്ക് കൈകളൊക്കെ ആയിട്ട് നിൽക്കുന്ന പോലെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ എടുത്തു തരാൻ നിൽക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? നീ അവിടെ ഒന്ന് വിളച്ചിലൊന്നും കാണിക്കരുത്. ഒന്നും കാണിക്കില്ല. ചേട്ടൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. ചേട്ടാ, ഞാൻ ചേട്ടന്റെ റോബോട്ട് പോലെ കൂടെ ഉണ്ടാവും. എന്തുവാ റോബോട്ടിന്റെ ആവശ്യം? അയ്യോ, ഒരു ആവശ്യമില്ല. ചേട്ടൻ അകത്തിരുന്നോ, പിള്ളേരുടെ ശല്യമുണ്ട് പുറത്ത്. പുള്ളി എന്തിനും തയ്യാറായിട്ടിരിക്കുകയാണ്. പുള്ളി അറിയണ്ട, അതുപോലെ തന്നെ വേറെ ആരും അറിയണ്ട. അപ്പൊ നമുക്ക് പോയാലോ? പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറയുന്ന ഓർമ്മയുണ്ടല്ലോ, ഉറപ്പായിട്ടും. ഇടയ്ക്ക് എന്നെ ഓവർടേക്ക് ചെയ്താ ഒരിക്കലും ഇല്ല. ഈ രഹസ്യം ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ച് പറയും. ഓണമായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. താങ്ക് യു സോ മച്ച്. അല്ല, ഞാൻ ആദ്യം കയറും. ഞാനാണ് മെയിൻ ആങ്കർ. യെസ് പ്ലീസ്. ചേട്ടാ പോവാം.
അപ്പൊ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്മയുള്ള ഐശ്വര്യത്തോടുള്ള ഓണാശംസകൾ. അപ്പൊ വലിയ സന്തോഷം പുലി, വലിയ സന്തോഷം, വലിയ സന്തോഷം. കാണാം നമുക്ക് കേട്ടോ. കൃഷ്ണമാമ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു. ഞെട്ടിപ്പോയി. ഇത്ര പേരുണ്ടോ? ഇത്രയും കുടുംബക്കാരുണ്ടോ? അത് കന്യാദാനത്തിലെ അനന്തം മാഷിന്റെ ഫാമിലി ഉണ്ട്. ഓ അതാണ്. ഞങ്ങള് എല്ലാരും കൂടി ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ ഞാൻ ഇത്രയും പേരുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഗംഭീരം. എല്ലാ 2 കുടുംബം കൂടെ ചേർന്നപ്പോഴേ ഞങ്ങൾ ഒറ്റ കുടുംബം. പരിചയപ്പെടുത്ത എനിക്ക് പെൺകുട്ടികളാണ് കൂടുതൽ പരിചയം. പയ്യന്മാരെ ചേട്ടൻ അത് നന്നായിരിക്കും. അവരങ്ങ് പോവും, ഞങ്ങളെ കാണും. വെറുതെ രസത്തിന്. പരിചയപ്പെടുത്തേ. അപ്പൊ ഞാന് സുന്ദരിയിലെ എന്റെ ബന്ധുക്കളിൽ നിന്ന് തുടങ്ങാം. ആ ഇരിക്കുന്നതാണ് എന്റെ അളിയൻ കൃഷ്ണൻ മാമൻ. അതെ, അദ്ദേഹത്തിന്റെ വീടാണത്. പുള്ളിയുടെ അപ്പുറത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പത്നി. കറക്റ്റ് മലയാളം വേണ്ട. എല്ലാവരും കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ ഒരു പാട്ട് പാടിയ സുന്ദരിയുടെ അമ്മ മല്ലികാമ്മ. ആരുടെ അമ്മായിയമ്മ? അപ്പൊ എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായിട്ടില്ല പുള്ളിക്കാരിനെ. മല്ലികാമ്മ വളരെയധികം ശരിക്കും മറ്റേ അമ്പലത്തിന്റെ സൈഡിൽ തട്ടുകടയിട്ട് പൂ വിട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരിയാണ്. ആ പുച്ച എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ പുള്ളിക്കാരി വിഷ്ണു എന്ന സമയത്ത് ഞാൻ പറഞ്ഞു നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരണം. ഒരുപാട് പേര് വലിയ ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആണ്. മുത്തേ നീ വാതുറന്ന കള്ളത്രേ പറയുവാണെന്ന് എനിക്കറിയാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് വമ്പം മേക്ക് ഓവർ ആയി പോയി. എന്തായാലും അടിപൊളി. ആളറിയാൻ വയ്യാതായി. ഇത് എന്റെ അച്ഛൻ. ഇപ്പോഴാണ് എന്നെ അച്ഛനെന്ന് സമ്മതിച്ചത്. എപ്പോഴും കള്ളം പറയാം. അവനെ വളർത്തി വലുതാക്കി കള്ളനാക്കിയത് ഞാനാണ്. പുള്ളി എപ്പം കണ്ടാലേ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ ഈ നല്ല ഓണമായിട്ടെങ്കിലും. അച്ഛനെ പരിചയപ്പെടുത്തി. ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ തൊഴുത്തിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത് അമ്മ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സുന്ദരി ടീമിന്റെയും കന്യാദാനമല്ലേ. അയ്യടാ അയ്യോ കണ്ണട വെച്ച ഈ മാവേലിയെ നല്ല പരിചയം ഉണ്ടല്ലോ എനിക്ക്. രാവിലെ അബദ്ധം പറ്റിപ്പോയി കേട്ടോ. മാവേലി പറഞ്ഞ മാവേലി അറേഞ്ച് ചെയ്തിരുന്നു. മേക്കപ്പ് ചെയ്തിരുന്ന കണ്ടപ്പം നമ്മളെ വീരപ്പൻ. ഇതാണ് നിനക്ക് ചേർന്നത്. ആദ്യം മാവേലിയായിട്ട് വിളിച്ച ആൾക്ക് വീരപ്പന്റെ ലുക്ക്. അപ്പൊ ഇതെന്തുവാ? അതെ എപ്പോഴാണത് ചെയ്തോണ്ടേ ശരിയായില്ല. അപ്പൊ ഒരു കാര്യം ചോദിക്കും. പോയി സെറ്റായിട്ട് വരും. സെറ്റായിട്ട് കൂടുതൽ പറയല്ലേ. ഇത് എന്റെ ഉറ്റ നൻപൻ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടാ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതെന്റെ ചങ്ക് ഉച്ചപ്പെടി. പേരെന്താണ്? എന്റെ സുഖത്തിലും ദുഃഖത്തിലും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരൻ. അവന്റെ പേര് പറയാം. പച്ചക്കള്ളം വിനീത് കുമാർ. ഇത് എന്റെ എതിരാളി, എന്റെ ശത്രു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും. അതെ, മറ്റേ കൂടെ പഠിച്ചിരുന്ന അല്ലാണ്ട് എന്റെ കണ്ണിലെ കരട് ഇതാ. ഇത് അതാണ്. അടുത്ത എവിടെ സുഖല്ലേ? പക്ഷെ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് കാർത്തി എന്നെ മൈൻഡ് ചെയ്യാൻ അധികം എത്ര തിരക്കാന്ന് പറഞ്ഞാലും എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്ന വിഷമം. പോട്ടെ, ചുമ്മാ എന്താ അവിടെ നീ ഭയങ്കരമായിട്ട് എന്താണ് അവിടെ? സുന്ദരി പൂക്കളിട്. നല്ലതല്ലേ? വേണ്ട, ഏട്ടൻ ഇട്ടാ മതി. അത് നേരത്തെ ഇട്ട് വെച്ചേക്കാണ്. അതിനകത്തിന് ഒന്നും ചെയ്യേണ്ടത്. സമാധാനായില്ലേ?
ഇനി മൈക്ക് അപ്പുറത്തേക്ക് കൊടുക്ക്. എന്റെ മറന്നമ്മാവൻ. ഇത് എന്റെ അനന്തരവൾ മാലിനി. എന്റെ അങ്കിള്, എന്റെ ഒറ്റ ഒരു അങ്കിള് അല്ലേ? അതെ അതെ. ഇത്രയും പ്രായം കുറഞ്ഞ മാമൻ വേറെ ഈ ലോകത്തില്ല. വേണമെങ്കിൽ എന്നെ കാണാം. അത് സുന്ദരി, നമ്മുടെ നായിക. പറയണ്ടല്ലോ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. പിന്നെ ഇവിടെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്ന കന്യാദാന ടീമിനും എന്റെ ഓണാശംസകൾ ഞാൻ പറയുകയാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്തത് അടുത്ത ആൾക്കാരെ പരിചയപ്പെടുത്താം. ഇത് എന്റെ മൂത്ത ചേച്ചിയാണ്, അമ്പിളി ചേച്ചി. ഇത് രണ്ടാമത്തെ ചേച്ചി അനു ചേച്ചി. ഇതാണ് അനു ചേച്ചിയുടെ ഭർത്താവ്. ഇത് ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് മഞ്ചാടി. ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ വന്നിട്ടില്ല. അവക്ക് നല്ല പനിയായിട്ടിരിക്കുക. ആളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്. ശബരി. ഞാൻ ശബരി. അനന്തമാഷിന്റെ 4ാമത്തെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നു. നീ പറഞ്ഞു. ഇനി ഞാൻ സത്യൻ. എന്റെ ചേട്ടനാണ് അനന്തമാശ മോളെ കല്യാണം കഴിച്ചത്. അവിടെ അതായത് അവൻ ഉദ്ദേശിച്ചത് അവന്റെ ചേട്ടനെയാണ് അനന്തം മാഷിന്റെ 2ാമത്തെ മോളെ കല്യാണം കഴിച്ചത് ഉദ്ദേശിച്ചത്. അനന്തമാഷിന്റെ അച്ഛന്റെ ഇത് എന്റെ കുഞ്ഞമ്മ. വില കളയിലാണ് കുടുംബത്തിന്. ഇന്ന് അമ്മ തിരിച്ചു വീട്ടിൽ നമ്മള് എല്ലാരെയും പരിചയപ്പെട്ടു തോന്നുന്നല്ലേ? ഞാൻ ശ്യാം. ബന്ധം കുറെ ഉണ്ട്. പിന്നെ ഇവരെ അളിയനായിട്ട് വരും. ഞാനാണ് അളിയൻ. അതെ. എല്ലാരും പരിചയപ്പെട്ടു നമ്മള്. ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഓണം നല്ല മുറി വരികയാണ്. നമ്മള് ഓണം ഇങ്ങനെ ഓളമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ആർപ്പ് വിളിച്ചാലോ? ആർപ്പ്! ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഗെയിമിൽ പങ്കെടുക്കുന്നത് ഇത് കുറച്ച് ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ മത്സരമാണ്. അപ്പോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്ത് കന്യാദാനത്തിന്റെയും സുന്ദരിയുടെയും ടീമുകളുണ്ട്. 2 സെക്ഷനായിട്ട് തിരിയണം നമ്മള്. സുന്ദരി ടീം, കന്യാദാനം. അനീഷേട്ടാ, ഇവിടെ ആരുമില്ല. അവിടെ കുറെ പേര്. അല്ല, നമ്മളൊരു ഗെയിം ആകുമ്പോഴേ തുല്യത വേണ്ട. കന്യാദാനം അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഡിസൈൻ ചെയ്തൊരു ഗെയിമാണ്. ഒരു ഹൈബ്രിഡ് ഗെയിമാണ്. കബഡി കളിയും തലപ്പന്ത് കളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നന്നായിരിക്കും. ഇല്ല, പക്ഷേ ഇത് ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആശൻ പറയുന്നത്. അങ്ങനെ വേണം കാര്യങ്ങള്. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ നമ്മള് 8 പേര്. നിങ്ങൾ 8 പേരെന്ന് പറഞ്ഞാലേ അനീഷ് എന്നെ കൂടെ കൂട്ടും. ഇതൊക്കെ എങ്ങനെ കൂട്ടും? അനീഷേട്ടാ, അത് മാത്രമല്ല അവിടെ പയ്യന്മാര് കൂടുതലാണ്. ഞാൻ ആക്ച്വലി ഗെയിമിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ ഒഴികെ വേറെ 2 പയ്യന്മാര്. അപ്പൊ നമുക്ക് നല്ല തടിമുടുക്കുള്ള പയ്യന്മാര് വേണം. വേണ്ട വേണ്ട വേണ്ട. നമ്മൾ അതിൽ നിന്ന് ഒരു പെൺകുട്ടി അങ്ങ് എടുത്തു. കറുത്തമാലയിട്ട കുട്ടി അങ്ങ് പോന്നാട്ടെ. ഞാൻ വന്ന വിനയൻ എന്നോട് പിണങ്ങും. എന്റെ കുഞ്ഞ് ഗെയിം പറയട്ടെ. ഈ ഗെയിം എന്ന് പറഞ്ഞാല് ഇന്നത് വരെ ആരും കണ്ടിട്ടില്ല. അതൊരു പ്രത്യേകതരം ഗെയിമാണത്. ഇത് പൂവാണ്. ഒരു പറ്റം റോസാപ്പൂക്കൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ മിഡിലിരിക്കും. നമ്മൾ ബാക്കിലേക്ക് പോകും. ഒന്ന് മാറിയേ. ബാക്ക് ഇങ്ങനെ 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 എല്ലാവരും വന്നേ. ഇവിടെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. ഈ ലൈൻ അപ്പുറത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഒരു ടീം ആ ലൈൻ അപ്പുറത്ത് അടുത്ത ടീം നിൽക്കും. എന്നിട്ട് നിങ്ങൾ ഒരാൾ ആരാണ് ആദ്യം പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് ഞാൻ വിസിൽ അടിക്കുമ്പോ നിങ്ങൾ മുംബൈക്ക് വരും. വന്ന് ഇവിടെ ഈ ലൈനിൽ ടച്ച് ചെയ്യാതെ ഈ ബോൾ എടുക്കരുത്. ഈ ബോൾ എടുത്തിട്ട് പോണം. അത്രേ ഉള്ളൂ. ഒരു ബോളല്ലേ ഉള്ളൂ. അത് മിടുക്കനെടുക്കണം. ആർക്കാണോ കഴിവുള്ളത് ആ ആളെടുക്കും. പക്ഷെ ആ ആൾ എടുക്കുമ്പോ മറ്റേ ആൾക്കാരെ ക്യാച്ച് ചെയ്യും. സുന്ദരി ടീമിനാണ് കഴിവ് മൊത്തം. ഒന്നുകൂടി പറയാം. എടുക്കുന്ന ആള് കൊണ്ടുപോകുന്നതിനിടയിൽ മറ്റേ ആൾ ടച്ച് ചെയ്താൽ നേരെ മറ്റേ ടച്ച് ചെയ്യാതെ ലൈൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആയി. ഈ വിസിലാണ്. നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് വിശ്വാസം ആദ്യം വിടാൻ? അദ്ദേഹമാണ്. നമ്മള് ഇവളെ ഇറക്കുന്നതായിരിക്കും.
ഒരു ഗർഭിണിയോട് നീ സംയമനം പാലിക്കണം. മത്സരിക്കുന്ന ആള് മാത്രമല്ല നടക്കിക്കോ. റെഡി? ആദ്യ ബിസിൽ നമ്മൾ മൂവ് ചെയ്യുന്നു. റെഡി? കോൺസെൻട്രേഷൻ തിരിക്കൂ. നിങ്ങളിപ്പോ ഇതിപ്പോ ഫോളോ ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണം തീരുമാനിക്കും. നിങ്ങൾ തന്നെ മത്സരിക്കുന്നോ വേറെ ടീമിനെ ഇറക്കുന്നോ? റെഡി? സുന്ദരിയുടെ അഭിമാനമായ നിഹാസ്. റെഡി? ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അവിടെ ഇരുന്നിട്ട് എന്ത് പറയാം? കഥ പറയാൻ പോണോ? രഹസ്യം പറയാണ്ട്. നിഹാസ് 2 കോമഡി പറഞ്ഞ അവനെ തളർത്തറ. സ്റ്റോക്കില്ല, പിന്നെ കൊണ്ടുവരാം. റെഡി? മോനെ ദിനേശ പൊക്കോ. ഗെയിമിന്റെ സ്ട്രാറ്റജി മനസ്സിലായി കഴിഞ്ഞു. ഗീറോടും വാശിയോടും കൂടിയുള്ള ഓണമേളം നടക്കുകയാണ്. അപ്പോ നമ്മുടെ സുന്ദരിയും കന്യാദാനവും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡി? സ്റ്റഡി. നീ പോ മോനെ ദിനേശ. ഇപ്പോഴത്തെ സ്കോർ നില സുന്ദരി 1, കന്യാദാനം 1. റെഡി? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയണ്ട. രണ്ട് 1 മറക്കണ്ട. രണ്ട്. വെരി ഗുഡ്. വരിക. അടിപൊളി. അപ്പൊ കന്യാദാനത്തിന് എത്ര പോയിന്റ്? സുന്ദരിക്ക് എത്ര പോയിന്റ്? അപ്പൊ ഒരു മത്സരം കൂടെ വെച്ചേ പറ്റുള്ളൂ. ഒരു മത്സരം കൂടെ. ഇതിൽ വിജയിക്കുന്ന ആളാണ് യഥാർത്ഥ. ആ മൈക്ക് അവിടെ കൊടുത്തേ. ഇതിൽ വിജയിക്കുന്ന ആളാണ് യഥാർത്ഥ വിജയ്. ആ സ്റ്റൈലെ കാണണം. അപ്പൊ യഥാർത്ഥ വിജയെ കണ്ടെത്താനുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഓണമേളം മുറുകുന്നു. റെഡി? ആരൊക്കെ വരുന്നത്? ഓഹോ, ആര് വരും അറിയില്ല. നല്ല ക്ലാപ്പ് കൊടുക്കാം. കാരണം ഇതിൽ വിജയിക്കുന്ന ആളാണ് വിജയി. നീ പോ മോനെ ദിനേശ. നമ്മുടെ സുന്ദരി ടീമും കന്യാദാനവും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. വളരെ ഗംഭീരമായ മത്സരം. 2 ടീമും നന്നായി പെർഫോം ചെയ്തു. 2 പേർക്ക് എല്ലാവർക്കും കയറി കേട്ടോ. പക്ഷേ അതിവിദഗ്ധമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഗംഭീരമായി പെർഫോം ചെയ്ത് നിങ്ങൾക്കാണ് സമ്മാനം. രുചിയുള്ള ഊണിന് അരി നെല്ലരി സോട്ടക് റൈസ് ആണ് സമ്മാനം ലഭിക്കാൻ പോകുന്നത്. കാരണം തന്നെ വരട്ടെ, കൃഷ്ണമാമാണ് സമ്മാനം കൊടുക്കാൻ പോണത്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കണമല്ലോ അല്ലേ? സമ്മാനം കൊടുക്കണമല്ലോ. എന്താ എന്താണ്? അപ്പൊ ഒരു ബ്രേക്ക് എടുത്താലോ നമുക്ക്? കൃഷ്ണമാമയുടെ വീട്ടിലെ ഓണസദ്യ ഇങ്ങനെ കഴിക്കാനായിട്ട് കൂട്ടുകാരെല്ലാം കുടുംബക്കാരെല്ലാം ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. സദ്യ കഴിക്കണ്ടേ നമുക്ക്? കഴിക്കണം. സദ്യയിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഏറ്റവും ഇഷ്ടം സാമ്പാർ. അത് വന്നില്ലല്ലോ. സുന്ദരിക്ക് ഏതാ ഇഷ്ടം? എനിക്ക് കാളൻ. എന്താണ് വിശേഷങ്ങൾ? ഇതൊക്കെ തന്നെയല്ലേ വിശേഷങ്ങൾ? ഓണവിശേഷം ഓണവിശേഷം നിങ്ങളുടെയൊക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ സദ്യ കഴിക്കാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ.